ഉണർന്നു വരുമെന്ന് നമുക്കറിയാം. നമ്മുടെ നാടിനെ സമർപ്പിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ, ശ്രുതികട്ടെ. ഞങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉടമ്പടി എടുക്കുമ്പോൾ ചിലർക്ക് എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്നും പറഞ്ഞുകൊണ്ട് സിനിമാക്കാരൻ്റെ കോമഡിയില്ലേ, എങ്ങാനും ബിരിയാണി പഠിക്കുക കൊടുത്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാരെ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അതെന്താ പറയണ കാര്യത്തിലേ, ഈ ദിവസങ്ങളിലെ കുവൈറ്റ് ധ്യാനം തന്നെ ആണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഒരു ലേഡിയെ കണ്ടത്, രണ്ടുപേരെ കൗൺസിലിംഗ്, രാവിലെ പകൽ കൗൺസിലിംഗും രാത്രി ധ്യാനവുമായിരുന്നു. രാത്രി 6 മണിക്ക് ധ്യാനം, പകൽ 9 മണി തൊട്ട് വൈകുന്നേരം വരെ കൗൺസിലിംഗ് നടത്തും. ഞാനൊരു 1 മണിയാകുമ്പോൾ അവസാനിപ്പിക്കും. എനിക്ക് ധ്യാനിക്ക് പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കാരണം ബിജു മാസ്റ്റർ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എൻ്റെ ടേബിളിൽ വന്ന ഒരു കേസ്, 2 കേസിൽ ഒരു കേസ്, ഒരു മോള് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, അച്ഛാ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഈ എൻ്റെ വീട്ടിൽ ബാപ്പ കൂടി ഈശോനെ സ്വീകരിക്കണം, അതിനാണ് അവൾ ധ്യാനം കൂടുന്നത്. കോയമ്പത്തൂരുകാരിയാണ്, രാമനാഥപുരത്തുള്ള സഹോദരിയാണ്. അധികം വയസ്സൊന്നുമില്ല, 10-22 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആൾ ധ്യാനം കൂടുകയാണ്. എന്തിനാണ് ധ്യാനം കൂടുന്നത്? എല്ലാവരും അവർ ഈശോനെ സ്വീകരിച്ച്, ബാപ്പ കൂടി ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി. അതാണ് അവരുടെ ആസ്തി ഭദ്രത എന്ന് പറയും. അപ്പോൾ അത് അവർ ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഭയങ്കരമായ ഒരു അഭിമാനം തോന്നി. കാര്യം നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന, വേറെ ഒന്നിനും വേണ്ടിയല്ലാതെ, ക്യാഷ് ആൻഡ് കൈൻഡിന് വേണ്ടി അല്ലാതെ, നിത്യരക്ഷയ്ക്ക് വേണ്ടി മാത്രം യേശുവിനെ അന്വേഷിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ വേറെ ലേഡി വന്ന, അവരുടെ പ്രശ്നം, അവർക്ക് 12 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല. 12 കൊല്ലം കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഞാൻ എടുത്ത വായിക്കും ചോദിച്ചു, നിങ്ങൾ ഉടമ്പടി എടുത്തതാണ്? 2019 ഉടമ്പടി എടുത്തതാണ്. ഒരു ഉടമ്പടി എപ്പോഴാണ് നിങ്ങൾ ഉടമ്പടി അവസാനിപ്പിച്ചത്? ആ ഒരു ഉടമ്പടി എപ്പോഴാണ് അവസാനിപ്പിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പോഴൊക്കെ ഈ ഉറക്കപ്പിച്ച് പോലെ ഇടയ്ക്ക് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലും അവർ. ഉടമ്പടി എപ്പോഴാണ് അവസാനിപ്പിച്ചതെന്ന് അറിയത്തില്ല അവർക്ക്. ഉറക്കപ്പിച്ച് പോലെ വല്ലപ്പോഴുമൊക്കെ ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥന എടുത്തു വെച്ച് ചെല്ലും. അപ്പം അങ്ങനെ ഗതികെട്ട അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. ഈ 2 കക്ഷികളെ കണ്ടില്ലേ? 2 കക്ഷികളെ കണ്ടില്ലേ? നിങ്ങളിത് എവിടെയാണ് നിൽക്കണം നോക്കണം. ഈ കൂട്ടത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കണം നോക്കണം. അതായത് ആ രണ്ടാമത് പറയുന്ന ആളില്ലേ, അവർക്ക് എന്താ സംഭവിച്ചത്? അവർ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലുണ്ട് ഉടമ്പടി എടുത്തുകൊണ്ടൊന്നും കുട്ടികളുണ്ടാകത്തില്ലെന്ന്. അതാണ് അവർ ഉടമ്പടി ഉടപ്പിയത്. ഉടമ്പടി എടുത്തുകൊണ്ടൊന്നും കുട്ടികളുണ്ടാകാൻ പോണില്ല എന്ന്. അപ്പോൾ അവർക്ക് വിശ്വാസമില്ലാതെ ആരെങ്കിലുമൊക്കെ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളങ്ങനെ വല്ലതും ആണെങ്കിലേ നിങ്ങളെ ഇത് കറക്റ്റ് ചെയ്യണം. ഇത് ഇപ്പോൾ ഇന്ന് ഞാനിവിടെ ഞങ്ങളെ അച്ഛനും യോമളൊക്കെ ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു സാക്ഷ്യം എടുത്ത് എനിക്ക് തന്നു. അവർ എന്നെ പേരവരുടെ ഡൽഹിയിൽ നിന്ന് ആൻ ജോർജ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ അവർക്കിതുപോലെ മക്കളില്ലാത്ത കേസാണ്. പക്ഷേ അവരാദ്യം കണ്ട അടയാളം ഈ ഉടമ്പടിയുടെ ഉപ്പ് ഇട്ടിട്ട് പൂക്കാത്ത മരങ്ങൾ പൂക്കുന്ന ഒരു സാക്ഷ്യമാണ് അവർ കണ്ടത്. പക്ഷേ അതേസമയം തന്നെ
അവരതിൽ അതുപോലെ വിശ്വസിച്ച് അവർ 5 കൊല്ലം മക്കളില്ലാത്തവർ പ്രഗ്നൻ്റായി. പക്ഷേ ഇത് വിഷയം എന്ന് പറയുന്നത്, അപ്പോൾ അവർ മാതാവിനോട് ചോദിച്ചു ഇത് ആര് വഴിയാണ്? കാര്യം അവർ ഒത്തിരി പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന ആളാണ്, പലതരത്തിലുള്ള പ്രാർത്ഥന ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ സ്വപ്നം കാണിച്ച് കൃപാസനം മാതാവിനെ, പക്ഷേ കുഞ്ഞിന് കൃപാസനം മാതാവിനെ അറിയത്തില്ല, അത് വേറെ കുഞ്ഞാണത്. കുഞ്ഞിന് കൃപാസനം മാതാവിനെ അറിയത്തില്ല. പക്ഷേ ആ കുഞ്ഞിനെ കൃപാസനം മാതാവിനെ കാണിച്ചപ്പോൾ അവൾ ഐഡൻറ്റിഫൈ തിരിച്ചറിഞ്ഞ്, നമ്മൾ തിരിച്ചറിയപ്പെടേ പരിട എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ്. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ചിലർ നല്ല ആസ്തിയോടുകൂടി വന്നാണ് ഉടമ്പടി എടുക്കുന്നത്, ചിലർ ഒരു ആസ്തിയും 0 ബാലൻസിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. ഒക്കട്ടെ കിട്ടിയാൽ കൂട്ടിയെന്നൊക്കെ ഞാൻ പറയത്തില്ല ഇടയ്ക്ക്, അതുപോലെ അത് അബദ്ധമാണ് ശരിക്കും. എന്താ പ്രശ്നം, നമ്മൾ 0 ബാലൻസിൽ നമുക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന അഭ്യാസം കരച്ചിലാണെന്ന് വിചാരിച്ചോ, നന്നായിട്ട് വെടിപ്പായിട്ട് കരയാനറിയാം, പക്ഷേ ഉടമ്പടി വിജയിക്കത്തില്ല, കരഞ്ഞത് കൊണ്ട് ഉടമ്പടി വിജയിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് കരയാനറിയാം, പ്രൊഫഷണലായിട്ട് കരയാനറിയാം. ചില പെണ്ണുങ്ങളുണ്ടല്ലോ, നമ്മൾ എന്നെ കാണുമ്പോൾ തന്നെ നിലവിളിക്കാൻ തുടങ്ങും, കുഴപ്പമില്ല ഞാൻ തട്ടിയിട്ട് കാര്യം പറയുമ്പോൾ അപ്പോൾ അതുതന്നെ അവർ ഗിയർ ചേഞ്ച് ചെയ്ത് ഒക്കെ ആയിട്ട് കാര്യം പറയും. അപ്പോൾ ആ കരച്ചിലെന്ന് പറയുന്നത് അവരുടെ അതിൻ്റെ അകത്ത് ഉള്ളതാണ്. ആ പ്രൊഫഷണലായിട്ട് കരയുന്ന ആളാണ്, എന്ത് വിഷയം ഉണ്ടെങ്കിലും ആദ്യം കരഞ്ഞേ തുടങ്ങത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഈ അഭ്യാസങ്ങൾ കരച്ചിൽ കൊണ്ട്, ഇപ്പം നിങ്ങൾക്ക് ദൈവതിരുസന്നിധി കരഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, എങ്കിലും നമ്മുടെ ഒരു ആസ്തി ഉണ്ടാകണം. കരച്ചിലൊരു ആസ്തിയല്ല. ചില ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഈ വെളുപ്പിനേക്ക് 4 മണിക്ക് കിടന്ന് മാതാവേ എന്നൊക്കെ പറഞ്ഞ് കരയണ കേൾക്കുക, അപ്പോൾ എനിക്ക് ചിരി വരും. എന്താ കാര്യം, കയ്യിരിപ്പ് എന്നൊക്കെ പറയണത് ഭയങ്കര കോടാലിയായിരിക്കും കയ്യിരിക്കണത്, പക്ഷെ കരച്ചിലിന് യാതൊരു പഞ്ഞവും ഉണ്ടാകത്തില്ല. ഇയാളെ കൗൺസിൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമല്ലേ വിവരം അറിയത്തുള്ളൂ. ഇയാളെ കൗൺസിൽ ചെയ്ത് കഴിയുമ്പോൾ അനുരഞ്ജനം എങ്ങനെയാണ്, ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറണത്, മക്കളോട് എങ്ങനെ പെരുമാറണത്, അയൽവാസിയോട് എങ്ങനെ പെരുമാറണത്, നാത്തിനോട് എങ്ങനെ പെരുമാറണത്, അവിടെ എല്ലാം ദൈവസ്നേഹം ഇല്ലേ, ഇവരുടെ ഗുണ്ടായിസമാണ് നടക്കുന്നത്. കാര്യം കൗൺസിൽ ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ അനുഗ്രഹം കിട്ടുവാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. കരയുന്നതിന് യാതൊരു പഞ്ഞുമില്ല. നിങ്ങൾക്കറിയാമല്ലോ ബൈബിളിൻ്റെ ഒരു രീതി, ഒരേ സ്റ്റാറ്റസുള്ള 2 പേര് ബൈബിളിൽ അവതരിപ്പിക്കും. അവർക്ക് ഒരേ സ്റ്റാറ്റസാണ്, രണ്ടും നോൺ ജ്യൂസാണ്. അവർ യഹൂദരല്ലാത്തവരാണ്, ക്രിസ്തുവിൻ്റെ അടുത്ത് വിജാതീയരാണ് 2 പേരും. അപ്പം ശതാധിപനും ഒരു വിജാതീയനാണ്, ഒരു വിജാതീയനാണ്, റോമൻ പടയാളിയാണ്. പിന്നെ വേറെ ഒരു ദേശക്കാരത് കാനങ്കാരി, അവരും യഹൂദയല്ല, അവരും വിജാതീയ സ്ത്രീയാണ്. അപ്പോൾ 2 വിജാതീയർ കർത്താവിൻ്റെ അടുത്ത് വരുന്ന ബൈബിൾ വാക്യങ്ങളിൽ നമ്മൾ അപ്പോൾ ഒരു സ്ത്രീയെ നോക്കിയ 15:23 വായിച്ച മത്തായിയുടെ സുവിശേഷം, മത്തായി 15:23. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. കണ്ടേ, ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം 15 കാനങ്കാരി കർത്താവിൻ്റെ അടുത്ത് വന്ന് അവരുടെ മകളെ പിശാച് ബാധിച്ചെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഭാഗമാണ്. ഈ ബൈബിളിന് ഒരു പ്രശ്നമുള്ളത് മദർ വേർഡെന്ന് പറയും. ബൈബിളിൽ കുറേ തരം വാക്കുകളുണ്ട്. മദർ വേർഡെന്ന് വെച്ചാൽ അമ്മ വചനങ്ങൾ, ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. അവരെപ്പോഴും ബൈബിളിൻ്റെ വചനത്തിൽ നിന്ന് വേറൊരു വചനം ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും പുതിയ പുതിയ ആശയങ്ങളും പുതിയ ദൈവത്തിൻ്റെ മനസ്സും, ഒരു സിംഗിൾ വേർഡ് തന്നെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ദൈവഭാഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മദർ വേർഡെന്ന് പറയണത്. അതുപോലെ ഒരു മദർ വേർഡാണിത്. ഇത് ഇന്ന് വായിക്കണതല്ല നാളെ പറയാൻ പോണത്. നാളെ പറയണ ഇത് തന്നെ ആയിരിക്കും, പാസേജ് ഇതായിരിക്കും, പറയണത് വേറൊരു കാര്യമാണ്. അതിന് മദർ വേർഡെന്ന് പറയും. ഇനി ഒക്കൾട്ട് വേർഡുണ്ട്, അത് നിഗൂഢവചനങ്ങൾ, ദൈവികമായ സത്യങ്ങൾ ഗൂഢമായിട്ട് ഗൂഢവചനങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ വ്യത്യസ്ത. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇതൊരു മദർ വേർഡാണ്. ഇനി കീ വേർഡുണ്ട്, താക്കോൽ വചനങ്ങൾ. ചില ഒരു വലിയ ആശയപ്രപഞ്ചം തന്നെ ഓപ്പൺ ചെയ്ത് കിട്ടും ഒറ്റ ഒരു വാക്കിൻ്റെ കീ കിട്ടിക്കഴിഞ്ഞാൽ. ഇങ്ങനെ വചനത്തിൻ്റെ ഗ്രേഡ് വ്യത്യസ്തമുണ്ട് ഒത്തിരി. അപ്പം ഇതൊരു മദർ വേർഡാണ്. ഇവർ കാനങ്കാരി വന്ന് ഈശോനോട് പറയണതാണ്, എന്താ എൻ്റെ മകള് പിശാച് ബാധിതയായി വെള്ളത്തിലും തീയിലൊക്കെ വീഴുന്ന ഞാൻ അത്. അപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരികയാണ്. കാരണം മകള് പിശാച് ബാധിതയാണെന്ന് പറഞ്ഞുകൊണ്ട്, ചിലപ്പോൾ അപസ്മാരോ വല്ലതൊക്കെ ആയിരിക്കും, പക്ഷെ അവൾക്കൊരു മകളെ ഉണ്ടാക്കി കാണത്തുള്ളൂ. അവൾ ഭയങ്കര സങ്കടമാണ്. ഈ ഭയങ്കര സങ്കടമായതുകൊണ്ട് വിഷയങ്ങൾ ദൈവം കേൾക്കണമെന്നൊരു നിർബന്ധമില്ല.
പറഞ്ഞ മനസ്സിലായില്ല? നിങ്ങൾക്ക് അങ്ങനെ തോന്നണുണ്ടാവും. ഭയങ്കര നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ചില സമയത്ത് ഈശോനെ അറിയാൻ പാടില്ല, കരയാൻ മാത്രം അറിയാം. അതുകൊണ്ട് സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം ഇത് കണ്ടേ, ഇതൊക്കെ ഇവർ കരഞ്ഞെന്നുള്ള കാര്യം എങ്ങനെ നമുക്ക് മനസ്സിലാകണത്? മത്തായി 15:22. 22 വായിക്കണം. മത്തായി 15:22 എന്താ വായിക്കണം? അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു. കരഞ്ഞപേക്ഷിച്ചു. അപ്പോൾ കരയണതിന് ഉസ്താദാണ് ശരിക്കും. കരച്ചിലിന് വേണ്ടി കണ്ണീര് നമുക്ക് ആർക്കും വാടക എടുക്കേണ്ട കാര്യമില്ല, സ്വന്തമായിട്ട് കണ്ണീര് ആവശ്യത്തിനുള്ള ആളാണ്. പക്ഷെ വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവ് മിണ്ടിയില്ലെന്നാണ് പറയണത് അല്ലേ? നിങ്ങൾക്ക് ചിലർക്കൊക്കെ പറയുന്ന അബദ്ധം ഇതാണ്, ഈശോ മിണ്ടത്തില്ല. കരയാനൊക്കെ അറിയാം, 2 കണ്ണീര് 4 കണ്ണുണ്ടായിട്ടെങ്കിൽ 4 കണ്ണീരിൽ നിന്ന് കണ്ണീര് വന്നേരം, പക്ഷെ ദൈവം മിണ്ടത്തില്ല. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് തന്നെ സൂര്യകട അപ്പോൾ ഇവളുടെ കരച്ചിലെന്ന് പറയുന്നത് ഇങ്ങനെ ഏങ്ങലിടിയൊന്നുമല്ല, ആ പഞ്ചായത്ത് മുഴുവൻ കേൾപ്പിച്ചുകൊണ്ടുള്ള നല്ല കരച്ചിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് സൂര്യകടായി. അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, എന്താ പറഞ്ഞ കേട്ടെ? ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ഈ വിഷയത്തിൽ കക്ഷി ചേർന്ന്, ഇവളുടെ വിഷയത്തിൽ ശിഷ്യന്മാർ കക്ഷി ചേർന്നത് കാര്യം അറിയാമോ? ഈ കക്ഷി പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സൂര്യം ഉണ്ടാകാൻ ഈ ശിഷ്യന്മാർ കക്ഷി ചേർന്ന് അവരെന്താ പറയണത്? അവർ അഡ്രസ്സ് ചെയ്യണത് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് വരണ, ഈ സ്ത്രീ വായിച്ചോളത്. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. പറഞ്ഞേ, ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. അവളെ പറഞ്ഞയച്ചാലും അവൾ പറഞ്ഞയക്കും. സൂര്യകടന്നാണ് ഈ പറയണത്. കരഞ്ഞും കുവിയും കാറിൽ ബഹളം ഉണ്ടാക്കിയിട്ട് ആ പ്രദേശം മുഴുവനും ഒരു അപ്സെറ്റ് ആക്കിയിരിക്കുകയാണ്. സൂര്യകടാണ് ഈ പണ്ടാരത്തിന് പറഞ്ഞു വിടാൻ പറഞ്ഞ, അത് ആ രീതിയിലാണ് പറയും. ഇവരെ പറഞ്ഞയക്കൂ, അവളോട് സ്നേഹം ഉണ്ടായിട്ടല്ല, നിലവിളിയുടെ അഭ്യാസം കാരണം അവർക്ക് സൂര്യകട ഉണ്ടാക്കണം. അവൾ പറഞ്ഞയക്കൂ. എന്താണ്? അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൾ നമ്മുടെ പിന്നാലെ വന്ന് ഒന്ന് പറഞ്ഞേ. അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. പിന്നാലെ വന്നാലും മുന്നാലെ വന്ന് നിലവിളിച്ചാലും കഥയൊന്നും ഇല്ലെന്നാണ് ഈശോ പറയണത്. കരയണ ഒരു മുമ്പിൽ വന്ന് കരഞ്ഞാലും പുറകിൽ വന്ന് കരഞ്ഞാൽ കഥയില്ല. എന്താ കാര്യം? ആസ്തി ചോദിക്കാം. ദൈവദിവസത്തിന് വരുമ്പോൾ ആസ്തി വെക്കാൻ പറയും. നിങ്ങളുടെ യോഗ്യത എന്താണെന്ന് പറയാൻ പറയും. അതുകൊണ്ട് ഈശോ നിനക്ക് മെറിറ്റ് ഇല്ല എന്ന് പറയും. നമുക്കറിയാലോ, ഉടമ്പടി എന്താ പറയണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. യോഗ്യതയില്ല, യോഗ്യതയാണ് അഡ്രസ്സ് ചെയ്യണം. അവിടെ നിനക്ക് യോഗ്യതയില്ലെന്ന് പറയും. കരയണത് ഒരു യോഗ്യതയല്ല. മനസ്സിലായില്ലേ? നമ്മൾ വളരെ കൃത്യമായിട്ട്, ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറയണത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കരച്ചിൽ ഒരു യോഗ്യതയല്ല. യോഗ്യതയില്ലെന്ന് പറയുന്നതിന് പകരം ഈശോ എന്താ പറയണത്? അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇവളുടെ കാര്യം പരിഹരിക്കാൻ വേണ്ടി വന്നതല്ലെന്ന്. ക്ലിയർ അല്ലേ? ഇവളുടെ ഈ കരച്ചിലിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വന്ന ആളല്ലെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? ഇപ്പം കരഞ്ഞതുകൊണ്ട് കാര്യം നടക്കാത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ നിന്ന് അവിടുന്ന് വഴിതെറ്റിപ്പോയ അവിശുദ്ധിയിലേക്ക് പോയ ആൾക്കാരുടെ അടുത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഈ കേസ് എടുക്കാമെന്നതല്ല. ഇങ്ങനെ ഓരോ വിഷയത്തിൽ വന്ന് കരഞ്ഞാൽ ആ വിഷയത്തിൻ്റെ കരയണ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യാമെന്ന ആളല്ലെന്ന്. ചിലപ്പോൾ ഈ ആഴ്ച കരയണ ചിലപ്പോൾ PR കിട്ടാനായിരിക്കും, അടുത്ത ആഴ്ച കരയണ വസ്തു വിൽക്കാനായിരിക്കും, അതിൻ്റെ അപ്പുറത്തെ ആഴ്ച കരയണ ഭർത്താവിൻ്റെ വെള്ളവടി മാറ്റാനായിരിക്കും. ഇങ്ങനെ നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഈ കരയുന്ന സംഭവത്തിൻ്റെ വിഷയത്തിനെ കൈകാര്യം ചെയ്യാൻ വന്ന ആളല്ല ഞാനെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? വളരെ വെടിപ്പായിട്ടാണ് സംസാരിക്കണത്. എന്നുവെച്ചാൽ അതായത് ഇസ്രായേൽ വംശം എന്ന് പറഞ്ഞേ, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ അതായത് വിശ്വാസം ഒരിക്കലുണ്ടായിരുന്ന ആൾക്കാരാണ്. വിശ്വാസം ഒരിക്കലുണ്ടായിരുന്നിട്ട് വിശ്വാസം ഇപ്പോഴേതെങ്കിലും കാലഘട്ടത്തിൽ കൈമോശം വന്നു പോയി കാണും. അങ്ങനെയുള്ളവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. സീറോ ഫെയ്ത്തുകാർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഇല്ല. ഇവിടെ ഇസ്രായേൽ വംശത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് ആണ്. ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ്? വിശ്വാസ തകർച്ച ഉണ്ടായ ആൾക്കാർ. ഒരിക്കൽ വിശ്വാസം ഉണ്ടായ ആളാണ്. ആ ചേട്ടത്തിക്ക് ഒരിക്കൽ പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു, സുവിശേഷ ചൈതന്യം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ എന്തെങ്കിലും ഇടാകൂടങ്ങളൊക്കെ വന്നതിന് ശേഷം വഴക്കും വയ്യാവേലിയും വക്കാണുമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ
പ്രാർത്ഥന ചിലപ്പോൾ കുറഞ്ഞു പോയി കാണും, ദൈവത്തിൽ നിന്ന് അകന്നു പോയി കാണും. അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ഈ കറക്റ്റ് ഷാർപ്പ് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കണം. എന്താ പറയണത്? ഈ വിശ്വാസം ഉണ്ടായിട്ട് തകർന്നു പോയ ആൾക്കാർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഒരു വിശ്വാസമില്ലാതെ ചുമ്മാ ഒരു വിഷയം ഉണ്ടായപ്പോൾ കരഞ്ഞു കൂടി വന്നാലൊന്നും കർത്താവ് കൈകാര്യം ചെയ്യത്തില്ല. വിഷയമല്ല പ്രശ്നം. നിങ്ങളുടെ കരച്ചിലിൻ്റെ ഇമോഷണാലിറ്റിക്ക് ഒരു വിലയില്ല. അപ്പോൾ ഇവരുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈശോ അവർ ഉദ്ദേശിക്കണത് ഇവരുടെ വിശ്വാസത്തെ, ഈ വിഷയത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസത്തെ നിങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈശോ ചാലഞ്ച് ചെയ്യും. അതിനെന്താ ഈശോ പറയണത്? ഇവർ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ, ഇപ്പം ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, അവർ 12 കൊല്ലമായി മക്കളില്ല. പക്ഷേ അവരിപ്പോൾ പ്രത്യക്ഷീണ പ്രാർത്ഥന ഞരങ്ങി മൂളിയൊക്കെ വല്ലപ്പോഴും കൂടി വല്ല പട്ടിയ പൂച്ചയെ കടിച്ചാൽ മാത്രമേ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലത്തുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയാണ് അവർ. ഈ കക്ഷികൾ അഡ്രസ്സ് ചെയ്യത്തില്ല. അതെന്താ സംഭവിച്ചാൽ ഇവരുടെക്കൊന്നും വേണ്ടത്, ദൈവത്തിന് വേണ്ടത് സാധാരണ ഒരു വിശ്വാസമല്ല. പിന്നെന്താ വേണത്? ആ ചേട്ടത്തിൽ പറയുന്നുണ്ട്, മക്കളുടെ അപ്പമെടുത്ത് 15:26 മക്കളുടെ അപ്പമെടുത്ത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോൾ നോക്കിയാൽ നമ്മൾ കേൾക്കുമ്പോൾ ഒത്തിരി ഫീൽ ചെയ്യും നമുക്ക്. അയ്യോ, ആ പാവപ്പെട്ടവള് അവളുടെ മകൾ രോഗിയായി, പിന്നെ അവളെ പട്ടിയൊന്നും വിളിച്ചെന്ന്. ഇതുപോലെ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ദൈവം നിരാകരിക്കുന്ന അനുഭവങ്ങളും ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലുണ്ട്. പറഞ്ഞ മനസ്സിലല്ല? ആക്ഷേപങ്ങൾ വീട്ടിൽ തന്നെ. ഇപ്പം നമ്മൾ തന്നെ നിങ്ങളെ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം അവളിറങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ തന്നെ കൃപാസനത്തിന് മലത്തിക്കൊണ്ടെന്ന് വെക്കുക ഇല്ലേ? അപ്പം നമുക്ക് പേടിയാണ്. നമ്മളെ എതിർക്കുന്ന ആൾക്കാർ ആരെങ്കിലും വീടിൻ്റെ ഭൂമുഖത്തിരിപ്പുണ്ടെങ്കിൽ നമ്മൾ നോക്കണത് എന്താണ്? ഈ ആൾക്കാരെ കണ്ടിപ്പെടാതെ നേരെ പുറകിലെ വാതിലെ കൂടി കൃപാസനത്തിൽ പോകാൻ വല്ല മാർഗം ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കണത്. എന്താ കാര്യം? ആക്ഷേപം കിട്ടും. നിങ്ങൾ ഈ ആക്ഷേപം ഈ പാക്കേജിൻ്റെ ഭാഗമാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ ആങ്ങളായിരിക്കും നിങ്ങൾ ആക്ഷേപിക്കണത്, അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായമായിരിക്കും, അല്ലെങ്കിൽ അയൽവാസിയായിരിക്കും. ആക്ഷേപം ഉറപ്പാണ്. മനസ്സിലായി? ദൈവ വഴികളിലെ ഉത്തരം കിട്ടാതിരിക്കുകയും അതേസമയം തന്നെ ആക്ഷേപം കിട്ടുകയും ചെയ്യും. അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പം നായ്ക്കളെന്നും വിളിച്ചു. ഇവിടെ വെച്ച് ഈ ചേടത്തിക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം. എന്താ കാര്യം? കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് അവസാനം നായെന്ന് പേരും കിട്ടിയില്ലേ, പോവാം. ഇവർ പോകണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കണത്. ഇവർക്ക് 0 ഫെയ്ത്ത്, ഇവർക്ക് 0 ആസ്തിയാണെങ്കിൽ ഇവർ പോകും. പക്ഷേ ഇവിടെ വെച്ചിട്ട് 2 പ്രാവശ്യം ഇവർ തകർച്ച. അതായത് ആദ്യം ഇവർ നേരിട്ടിടപെട്ടു, ഒന്നാമത്തെ പ്രാവശ്യം. 2ാമത്തെ പ്രാവശ്യം ഇവരെന്നാ ചെയ്യണത്? അപ്പോസ്തലന്മാരെ ഇടപെടുത്തി. എന്നിട്ടും ശരിയായില്ല. അപ്പോൾ ഈശോയോട് നേരിട്ട് പറയാം, കർത്താവ് എന്നെ സഹായിക്കണമേ. അപ്പോഴും നായെന്ന് വിളി കേട്ട്. അപ്പോൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ദൈവം മിണ്ടാതിരിക്കും, കർത്താവ് മിണ്ടിയില്ല, സൈലൻസ് ആവും, നോ ആൻസർ. അപ്പോൾ പ്രാർത്ഥനയുടെ രീതിയാണ്. ചില സമയത്ത് നിങ്ങൾ ഉടമ്പടി എടുത്താണെങ്കിലും ശരി, ചിലപ്പോൾ നോ ആൻസർ ആയിരിക്കും. ഇതിനെക്കുറിച്ച് അറിയണം നമ്മൾ ശരിക്കും. ഇതിൻ്റെ ഉള്ളതാണ്. നമ്മളിപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിക്കണം, അയ്യോ അപ്പം നിങ്ങളോർക്കും ഈ കല്യാണം വരും, ഈ കല്യാണം നടക്കും, കാര്യം ഞാൻ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അവർ പറയും നിങ്ങൾ അങ്ങോട്ട് വരാൻ പറയും, നമ്മൾ അങ്ങോട്ട് ചെന്ന്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട് അവരിങ്ങോട്ട് വന്ന് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണം മേടിക്കണം പറഞ്ഞപ്പോഴുണ്ട് അവർ 4 കാലം വീണ് ഓടി. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്? ഈ കല്യാണം നടക്കുമെന്നല്ലേ. പക്ഷേ ഇപ്പോൾ എന്താ പറ്റിയിരിക്കണത്? 1.5 മാസം ഈ അംഗം കഴിഞ്ഞപ്പോൾ അവർ ഇട്ടച്ചും പോയി. ഇപ്പം നമ്മൾ എന്തെല്ലാം സമാധാനം പറയണം? ഇനി കൂട്ടുകാരുടെ മുഖത്ത് നോക്കിയില്ല, നമ്മൾ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു അത് ഏറെക്കുറെ സെറ്റാക്കണ്ട
ഇറക്കോടെ സെറ്റാക്കിട്ടാന്ന് നമ്മൾ കൂട്ടുകാർ മിണ്ടാതിരിക്കണം. ഈ സംഭവം കഴുത്ത താല് വീഴുന്ന വരെ മിണ്ടരുത്. ഉടനെ കൂട്ടുകാർ അത് ശരിയാവും, അത് ശരിയാവും ഇങ്ങനെ. പക്ഷേ നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ആക്ഷേപമായി. എന്താണ്, അവർ പോയി ഇട്ടച്ചും പോയി. അപ്പോൾ ഇനി ആൾക്കാർക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണം പോയത്, ഇവളുടെ കുഴപ്പമാണെന്ന്. ആക്ഷേപം തന്നെ കണ്ടില്ലേ, ആക്ഷേപം തന്നെ കണ്ടില്ലേ. ഈ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണം പോയത്, അത് ഇവളുടെ കുഴപ്പമായിരിക്കും. ഈ നമ്മുടെ അമ്മ തന്നെ പറയും, നിൻ്റെ ഈ കയ്യിരിപ്പ് കൊണ്ടാണ് നീ മൂത്ത് നരച്ച് ഈ വീട്ടിൽ നിൽക്കണത്. സ്വന്തം അമ്മ പറയും. പോരെ, ഇനി വേറെ വല്ലതും പറയാറുണ്ടാ? അമ്മമാർ അവർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവിടെ അവസാനത്തെ ഈ ചക്രായുധം എടുത്ത് അവർ കറക്കിയിടും, നമ്മുടെ പെടലയും അർത്ഥമുകൊണ്ട് പോണത് കാണാം. എന്താ, നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ് നീ ഇങ്ങനെ മൂത്ത് നരച്ച് ഇതിൻ്റെ അകത്ത് നിൽക്കണമെന്ന് പറയും. തീർന്ന ആക്ഷേപം. അപ്പോൾ നമുക്ക് തോന്നും വല്ല വിഷവും എടുത്ത് കഴിച്ച് ഇവർക്കിട്ടൊരു എഴുതി വെച്ചൊരു പണിയും കൊടുത്തേക്കാൻ വിചാരിക്കും. ആ പിശാച് എന്നെ വരെ കണ്ടില്ലേ. ഇപ്പം നമ്മളെ വീട്ടിൽ അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ആരാ പറയാനിരിക്കണത്? അകപ്പാടൊരു ആസ്തി, ഒരു സന്ധിപ്പ് കിട്ടുന്ന അമ്മയെടുക്കുക എന്നാണ്. അമ്മക്ക് സൗകര്യം കയറിയപ്പോൾ പിശാച് കയറിയപ്പോൾ അമ്മ പറയണം, നിൻ്റെ കയ്യിരിപ്പോണ്ടാണ് വെറുതെ വീട്ടിൽ മുത്ത് നരച്ചിരിക്കണം എന്ന് പറയണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒന്നുമില്ല, ഒരിടയും ഇല്ല. ആക്ഷേപങ്ങൾ തന്നെ വഴികണ്ടില്ലേ. ഇവിടെയാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു ഇത് ഈ ഫേസിലേക്ക് വരുമ്പോൾ, അതായത് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ ഈ ചെടുത്ത് പറഞ്ഞതല്ല, ചെടുത്ത് വെള്ളം അടിച്ച് കെട്ടി തൂങ്ങാനൊന്നും പോണില്ല. അവർ ഭയങ്കര വില്ലത്തിയാണ്. ആദ്യം കരഞ്ഞെന്ന് പറഞ്ഞ കാര്യം ശരിയാ, പക്ഷെ ഇപ്പോൾ അവർ ഒരു വിടാനുള്ള ഭാവമില്ല. അവരിപ്പോൾ എന്താ പറയണത്, കർത്താവേ നീ അതിനെ നായെന്ന് വിളിച്ചില്ലേ, അതിന് കുഴപ്പമില്ല, ശരിയാ, ഞാൻ നായ തന്നെയാണ്. പക്ഷേ നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈശോ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ ഇവക്ക് പണ്ട് കരച്ചിൽ മാത്രമേ ഉള്ളൂ. ആ കരച്ചിലിന് വാല്യൂ ഇല്ല, വിശ്വാസമില്ല. അതിൻ്റെ അകത്ത് ഇമോഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്ത് വിശ്വാസം ഇല്ല. പക്ഷേ ഇപ്പം സഹനത്തോടുകൂടി സഹനം ഉണ്ടായിട്ടും ഇവൾ വിശ്വസിക്കുകയാണ് തിരിച്ച്. അതിന് ഈശോ വിളിക്കുന്ന പേരെന്താണ്? ഓ വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. എന്താണ്? നിൻ്റെ വിശ്വാസം വലുതാണ്. അപ്പോൾ വലിയ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അപമാനത്തിലൂടെ പോണത്. മനസ്സിലായില്ലേ? നീ ഒരു അപമാനത്തിലൂടെയാണ് ഇപ്പോൾ പോണത്. വീട്, ജോലി, വിവാഹം, ശമ്പളം, നീ ഒരു അപമാനത്തിലൂടെയാണ് പോണതെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മനസ്സിടിഞ്ഞ് പ്രാർത്ഥനയില്ലാത്ത ഈ ഞാൻ അവിടെ വെച്ച് കുവൈറ്റ് വെച്ച് കണ്ട ചേച്ചിയെ പോലെ വരാനല്ല. ഈ അപമാനത്തിൽ നിന്നുകൊണ്ട് പോലും നീ വിശ്വാസം ഏറ്റു പറയണം. ഇതിനാണ് ഈ വിശ്വാസ വരമെന്ന് പറയണത്. വിശ്വാസ വരമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൊന്നാണ് വിശ്വാസ വരം. വിശ്വാസ വരമെന്ന് പറയണത് നല്ല ക്ലേശകാലങ്ങളിൽ സർവൈവ് ചെയ്യുന്ന സർവൈവ്ഡ് ഫെയ്ത്താണ് ഈ വിശ്വാസ വരമെന്ന് പറയണത്. സാധാരണ വിശ്വാസം വെയിൽ കൊള്ളുമ്പോൾ അങ്ങ് വെണ്ണ പോലെ ഉരുകിപ്പോകും. ഇവളുടെ വിശ്വാസം ഉരുകിപ്പോണില്ല. പിശാചെന്ന് വിളിച്ചിട്ടും അതുപോലെ തന്നെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ വിഹിതമല്ലെന്ന് പറഞ്ഞിട്ടും അവളതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. കർത്താവേ, അത് ശരിയാണ്, ഞാൻ നായ തന്നെയാണ്. പക്ഷേ എന്താണ്, നായ്ക്കൾക്ക് പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളുടെ ഒറിജിനൽ ആ കരച്ചിൽ മാത്രമല്ല, യഥാർത്ഥ ഫെയ്ത്ത്, വിശ്വാസം, അതായത് ക്ലേശങ്ങളെയും ആക്ഷേപങ്ങളെയും അതിജീവിച്ച വിശ്വാസം. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അതിജീവിച്ച വിശ്വാസം എന്നും പറഞ്ഞ് വേറൊരു സംഭവമുണ്ട്. അതിജീവിച്ച വിശ്വാസം, അതിജീവിച്ച ശ്രുതികട ഹല്ലേലൂയ. പത്രോസിൻ്റെ ലേഖനമാണ് അഗ്നി പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം. ശ്രുതികട ഹല്ലേലൂയ. 7
അഗ്നിശോധനയെ അതിജീവിക്കുന്ന ഒന്ന് പറഞ്ഞേ, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഇതാണ് കാനൻകാരിയുടേത്. സ്വർണത്തെക്കാൾ അത് വിലയുള്ളതായി മാറി. ഇപ്പം വാല്യൂ ആയി. ഇതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ കുവൈറ്റ് നടത്തിയപ്പോൾ ധ്യാനത്തിന് കർത്താവ് പറഞ്ഞത് വാല്യൂ ആഡഡ് സ്പിരിച്വാലിറ്റി എന്നാണ്. ഒരു വ്യക്തിയുടെ വാല്യൂ, അവൻ ദൈവതിരുസന്നിധിയിൽ വാല്യൂ ഉള്ള വ്യക്തിയാണോ ഇല്ലയോ, അവന് ബാർഗൈനിങ് പവർ ഉണ്ടോ വിശ്വാസത്തിൽ, അത് ഇങ്ങനെയുള്ള പ്രോസസ്സിങ് പ്രക്രിയയിലൂടെയാണ് വെളിവാകണത്. അതിന് പത്രോസ് പറഞ്ഞ എന്താണ്? വചനം ഒന്ന് വായിച്ചോ, 1 പത്രോസ് 1:7 ഒന്ന് വായിച്ചു. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. വിശ്വാസം 2 തരമുണ്ട്. എന്തൊക്കെയാണുള്ളത്? ഒന്ന്, പരീക്ഷകളെ അതിജീവിക്കാത്ത കേവല വിശ്വാസം, കരയാനും മോങ്ങാനും മാത്രം അറിയാവുന്ന കേവല വിശ്വാസം. രണ്ടാമത്തത്, എന്തെല്ലാം വിഷയം ഉണ്ടായാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരീക്ഷകളെ അതിജീവിത വിശ്വാസം. ഈ അതിജീവിത വിശ്വാസമാണ് വിശ്വാസ വരമെന്ന് പറയുന്നത്. വിശ്വാസ വരം, പ്രാർത്ഥനാ വരം എന്നൊക്കെ പറയത്തില്ലേ. പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനാ വരമില്ല. അവരൊരു കാഷ്വലായിട്ട് ഓരോ വിഷയത്തിന് പ്രാർത്ഥിച്ചു പോകണം. വരമില്ല. വരം വേണമെന്നുണ്ടെങ്കിൽ അതിജീവിതം വേണം അതിൻ്റെ അകത്ത്. ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ പ്രാർത്ഥനാ വരമുണ്ട്. നിങ്ങൾക്ക് കൊണ്ടുവരാം, എനിക്ക് കൊണ്ടുവരാം പ്രാർത്ഥനാ വരം. എന്താണ് പ്രാർത്ഥനാ വരം എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു വിഷയത്തെ പ്രാർത്ഥിക്കണമല്ല. അത് ഗെത്സെമനിയിൽ ഈശോ ചെയ്തത് എന്താണ്? അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ തീവ്രവേദനയിൽ മുഴുകുമ്പോ പത്രോസ് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. കണ്ടില്ലേ? അവിടെയാണ് വിഷയം വരുന്നത്. തീവ്രവേദനയും മുഴുകുന്നു, ഈശോയും തീവ്രവേദനയും മുഴുകുന്നു, പത്രോസ് ശിഷ്യന്മാരും തീവ്രവേദനയും മുഴുകുന്നു. തീവ്രവേദന മുഴുകിയ ശിഷ്യന്മാരെന്താ പറ്റിയത്? ഉറങ്ങി അവിടെ പോയി. തീവ്രവേദന മുഴുകി ഈശോക്ക് എന്നാ പറ്റിയത്? അത് പറഞ്ഞ 22:44 എന്താ പറയണത്? അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ തീവ്രവേദനയിൽ മുഴുകുമ്പോ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. ഇതിനാണ് പ്രാർത്ഥന വരമെന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിനാണ് പ്രാർത്ഥന. വിശ്വാസ വരമുണ്ട്. വിശ്വാസ വരം എന്ന് പറയുമ്പോൾ അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അപ്പം പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ് എന്ത്? വിശ്വാസ വരം. പരീക്ഷകളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് എന്ത്? പ്രാർത്ഥന വരം. അപ്പോൾ ഈ പ്രാർത്ഥനാ വരത്തിലേക്ക് നമ്മളെ പതുക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് പകരമാണ് ദൈവം മിണ്ടാണ്ടിരിക്കും, ദൈവം ആക്ഷേപിക്കും, പല കലാപരിപാടിയുണ്ട് എൻ്റെ അകത്ത്. മനസ്സിലായ? ആ കാനൻകാരി സംഭവിക്കുന്നത് എന്താണ്? അവളുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യം മിണ്ടാതിരുന്ന്, രണ്ടാമത്തെ എന്താണ്? അപ്പോസ്തലന്മാർ മധ്യസ്ഥം കൊണ്ടുവന്ന് അത് ഈശോ എടുത്ത് ചവറ്റുകൊട്ടെ കളഞ്ഞ്. മധ്യസ്ഥ പ്രാർത്ഥന മണ്ണാങ്കട്ട പൂളാന്നും പറഞ്ഞ് ഓടിച്ചിട്ടവനാ ഇല്ലേ? അത് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ നേരിട്ട് വന്ന് കർത്താവ് സഹായിക്കണം. അപ്പോൾ അവളുടെ മുഖത്തൊക്കെ പറഞ്ഞ് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കുക, വിഹിതമില്ല പട്ടിയെന്നും വിളിച്ച്. 3-ാം സെക്ഷനിൽ അവൾ പട്ടിയെന്ന് ബ്രാൻഡഡായിരിക്കുകയാണ്. പ്രാർത്ഥന പുരോഗമിക്കും തോറും അപമാനത്തിൽ ബ്രാൻഡഡായിരിക്കുകയാണ്. ആ ബ്രാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ, അപമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അവൾ ആഘോഷിക്കുന്നുണ്ട്. എന്താണ്? വിശ്വാസം. കർത്താവേ, അത് ശരിയാണ്. എന്താണ് അത് ശരിയാണെന്ന് പറയണത്? അതായത് ഞാൻ പട്ടിയാണ്, പക്ഷേ ഒരു കാര്യം ഈശോ മനസ്സിലാക്കണം. എന്താണ്?
പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപമാനിക്കപ്പെട്ടാലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ അപമാനിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് വിശ്വസിക്കുമ്പോഴാണ് ഓ വുമൺ യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ് എന്ന് പറയണത്. എന്താണ്? നിൻ്റെ വിശ്വാസം വലുതാണ്. ഈ വലിയ വിശ്വാസമുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്. ഈ അതിജീവിച്ച വിശ്വാസത്തെയാണ് വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസ വരം. അതുപോലെ തന്നെ ചെറിയ പ്രാർത്ഥനയുണ്ട്, വലിയ പ്രാർത്ഥനയുണ്ട്. അതിജീവിച്ച അപമാനങ്ങളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ വരമെന്ന് പറയണത്. ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതുപോലെയുള്ള വളർച്ച ഉണ്ടാകും. അതിന് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും ദൈവം. നമ്മളറിയണം. നിങ്ങളെല്ലാം ഇങ്ങനൊരു അടുപ്പിൽ പറ്റിയിരിക്കുക. നിങ്ങൾ വിചാരിച്ചിരിക്കണത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുന്നല്ലേ? ആദ്യത്തെ സെഷനിലെല്ലാം ഓക്കെ ആകും, ഒരു സംശയമില്ല. ആൾക്കാർ ഇടിപെട്ട് സാക്ഷ്യവും പറയും. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും സാക്ഷ്യവും പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കരുത്. കാര്യം കർത്താവ് അതിനേക്കാൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, വിശ്വാസവരത്തിലേക്കും പ്രാർത്ഥനാവരത്തിലേക്കും. അപ്പം നിങ്ങളെ വളർത്തുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു അറ്റവും അറുതിയും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇപ്പം 5:48 വായിച്ചേ, മത്തായിയുടെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 5:48 അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വല്ല നടക്കി